എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വളരെ വിശിഷ്ടമായ പൗരാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും പറഞ്ഞ പ്രകാരം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നടക്കാൻ പോകുന്ന കാഞ്ഞങ്ങാട് വേളൂര് ശിവക്ഷേത്രത്തിൽ ഈ സെപ്റ്റംബർ 28ഉം 29ഉം തീയതികളിൽ നടക്കാൻ പോകുന്ന ദ്വാത്രിംശത് വിനായക കൽപ്പ സർവമംഗള പൂജ ഹോമം, അതിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോ എല്ലാവരും അതിൻ്റെ ഏതൊരു തരത്തിലാണോ പറ്റുവച്ചാൽ ആ രീതിയിൽ ഒന്നുകിൽ അവിടെ വഴിപാടുകളായിട്ടാവാം, അല്ലാതെ ശാരീരികമായ സേവനമാകാം, ദ്രവ്യം കൊണ്ടുള്ള സേവനമാകാം, അർത്ഥം കൊണ്ടുള്ളതാവാം. ഏതു തരത്തിലുള്ള സേവനം ചെയ്താലും അതിൽ ഏതു തരത്തിലായാലും പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം. അവരവരുടെ നക്ഷത്രപരമായ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതാത് നക്ഷത്രങ്ങളുടെ അനുഗ്രഹം കിട്ടാനും, അങ്ങനെ 27 നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ പഞ്ചഭൂത ഗണപതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോ നമ്മുടെ ശരീരം, മനസ്സ് മുതലായവ, ശരീരം പ്രത്യേകിച്ചും ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. അവയുടെ ഒരു സമതുലനാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും കരോഗം ആയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി നടക്കാൻ പറ്റുക. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെയും നമ്മളെ സംബന്ധിച്ച എന്തെങ്കിലും വല്ല സമതുലന അവസ്ഥയ്ക്ക് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും ഒക്കെ ഉള്ള ഈ യജ്ഞം വളരെ ശ്ലാഘനീയമാണ്. അപ്പോ ആ അവസരത്തിൽ ഇതിന്റെ സംഘാടകന്മാര് ആയിട്ടുള്ള ആൾക്കാര് ഒരു സജഷൻ, അവരുടെ ഒരു അഭിപ്രായ പ്രകാരം ഇന്ന് പഠന ക്ലാസ് എന്നുള്ളതിനുപരി ഗണപതി ഭഗവാനെ കുറിച്ചിട്ടുള്ള ഋഗ്വേദ സൂക്തങ്ങളും മന്ത്രങ്ങളും വെറുതെ ഒന്ന് ചെല്ലുക. ചെറിയൊരു ഷോർട്ട് സെഷനാവും. ഒരു സൂക്തം ഉണ്ട് നമ്മൾ ഉപയോഗിക്കും, ഗണാനാന്ത്വാ ഗണപതി മുഹാമഹേ. അത് ഒരു സൂക്താണ്. അതില് 19 ഋക്കുണ്ട്. 19 ഋക്കുകൾ കിട്ടിയിട്ടുള്ള ആ സൂക്തം ആണ് ഗണപതി സൂക്തം. പിന്നെ അതിന് പുറമെ 3-4 ഒറ്റ ഋക്കുകളായിട്ട് പലതിക്കുന്ന ഇവിടുത്തെ ഋക്കുകൾ, അതാണ് ഗണപതി മന്ത്രങ്ങൾ എന്ന് പറയാം. ആദ്യത്തെ ഗണപതി സൂക്തം, പിന്നെയുള്ള ഗണപതി മന്ത്രം. അപ്പോ ആദ്യം ഗണപതി സൂക്തം ആലാപനം ചെയ്യാം. ഓം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പത ആനശൃണ്വന്നൂതിഭിः സീദസാദനം ദേവാശ്ചിത്തേ അസുര്യ പ്രചേതസോ ബൃഹസ്പതേ യജ്ഞിയം ഭാഗമാനശൂ ഉസ്രാ ഇവ സൂര്യോ ജ്യോതിഷാമഹോ വിശ്വേഷാമി ജനിതാ ബ്രഹ്മണാമസി ആവിഭാര്യാപരിരാപസ്തമാംസി ച ജ്യോതിഷ്മന്തം രഥമൃതസ്യ തിഷ്ഠസി
ബൃഹസ്പതേ ഭീമമിത്രജംഭനം രക്ഷോഹണങ്കോത്രഭിജം സ്വർബിജം സുനീതിഭിർനയസിത്രായസേജനയസ്തുഭ്യന്ദാശാന്നതമം ഹോ അസ്മവൽ ബ്രഹ്മദ്വിഷസ്തപനോ മന്യുമീരസി ബൃഹസ്പതേ മഹിതത്തേ മഹിത്വനം നതമം ഹോ നദുരിതം കുതശ്ചന നാരാതയസ്ഥിതിരുർനദ്വയാ വിനാ വിശ്വാ ഇദസ്മാത് ധ്വരസോ വിബാധസേയം സുഗോപാരക്ഷസി ബ്രഹ്മണസ്പതേ ത്വന്നോ ഗോപാ പഥികൃദ്വിചക്ഷണസ്തവ വ്രതായ മതിഭിർജരാമഹേ ബൃഹസ്പതേ യോ നോ അഭിഹ്വരോ ദധേ സ്വാദം മർമർത്തു ദുച്ഛുനാ ഹരസ്വതീ ഉതവായോ നോ മർച്ചയാദനാഗസോരാതീവാമർത്തസാനുഗോ വൃകാ ബൃഹസ്പതേ അപദം വർത്തയാ പഥഃ സുഗന്നോ അസ്യൈ ദേവഭീതയേ കൃധി പ്രാതാരന്ദ്വാതനൂനാം ഹവാമഹേവ സ്പർത്തരധിവക്താരമസ്മയും ബൃഹസ്പതേ ദേവനിദോ നിബർഹയമാതുരേവാ ഉത്തരം സുംനമുന്നശൻ ത്വയാ വയം സുഹൃദാ ബ്രഹ്മണസ്പതേ സ്പാരുഹാ വസുമനുഷ്യാദീമഹി യാനോ ദൂരെ തളിതോ യാ അരാതയോഭിസന്തി ജംഭയാതാ അനപ്നസാ ത്വയാ വയമുത്തമം ധീമഹേ വയോ ബൃഹസ്പതേ പപ്രണാസസ്മിനായുജാ മാനോ ദുഃശംസോ അഭിദിപ്സുരീശത പ്രസുശംസാമതിഭിസ്താരിഷീമഹീ അനാനുദോ വൃഷഭോ ജഗ്മിരാഹവന്നിഷ്ടപ്താ ശത്രും പൃതനാസു സാസഹീ അസി സത്യ പ്രണയാ ബ്രഹ്മണസ്പത ഉഗ്രസ്യ ചിദ്ദമിതാ വീളു ഹർഷിണാ അദേവേന മനസായോരിഷണ്യതി ശാസാമുദ്രോ മന്യമാനോ ജിഘാംസതി ബൃഹസ്പതേ മാ പ്രണക്തസ്യ നോ വധോ നികർമ്മ മന്യുന്ദുരേവസ്യ ശർദ്ധതാ ഭരേഷു ഹവ്യോ നമസോപസദ്യോ ഗന്ധാവാജേഷു സനിതാധനന്ധനം വിശ്വാ ഇദര്യോ അഭിദിപ്സ്വോ സ്മൃധോ ബൃഹസ്പതിർവിവവർഹാരഥ ഇവാ തേജിഷ്ഠയാ തപനീരക്ഷസസ്തപയേ ത്വാ നിദേദധിരേ ദൃഷ്ടവീര്യം ആവിസ്തൽ
कृष्वयदसत्त उक्थ्यां बृहस्पते विपरिरापो अर्दया बृहस्पते अतियदर्यो अर्हाद्युमद्विभाति क्रतुमज्जनेषु यद्दीदयच्छवस ऋत प्रजात तदस्मासु द्रविणन्धे चित्रम् मानस्तेनेभ्यो ये अभिद्रुहस्पदे निरामिणो रिपवोन्नेषु जागृधु आदेवानामोहते विप्रयो हृदि बृहस्पते न परस्साम्नो विदुः विश्वेभ्यो हि त्वा भुवने व्यस्परित्वष्टाजनः साम्नः कवि स ऋणचिदृणया ब्रह्मणस्पतिर्द्रुहो हन्तामः ऋतस्य धर्तरी तव श्रिये व्यजिहीत पर्वतो गवाङ्गोत्रमुदसृजो यदङ्गिरा इन्द्रेण युजातमसा परिवृतं बृहस्पते निरपामौ यो अर्णवम् ब्रह्मणस्पते त्वमस्य यन्तासु तस्य बोधितनयं च जिन्वा विश्वं भद्रं यदवन्ति देवा बृहद्वदेम विदथे सुवीरा ഗണപതി സൂക്തം കഴിഞ്ഞു. ഇനി ഏതാനും ചില ഗണപതി മന്ത്രങ്ങൾ, അതായത് ഋക്കുകൾ. ആനസ്തുജം രയിം ഭരാം ശന്ന പ്രതിജാനതേ വൃക്ഷം പക്വം ഫലമംഗീവധൂനുഹീന്ദ്ര സംപാരണം വസൂ യ ഈം രാജാനാവൃതുഥാ വിദധദ്രജസോ മിത്രോ വരുണശ്ചികേതൽ ഗംഭീരായ രക്ഷസേ ഹേതിമസ്യ ദ്രോഗായ ചിദ്വചസ ആനവായ ആതൂന ഇന്ദ്രക്ഷുമന്തം ചിത്രം ഗ്രാഭം സംഗൃഭായ മഹാഹസ്തി ദക്ഷിണേന നിഷുസീദ ഗണപതേ ഗണേഷു ത്വാമാഭുർവിപ്രദമം കവീനാം ന ഋതേ ത്വൽ ക്രിയത്തെ കിഞ്ചനാരേ മഹാമർക്കം മഘവൻ ചിത്രമർച്ച. അപ്പൊ ഈ മന്ത്രങ്ങളാണ് ഗണപതി മന്ത്രങ്ങളായിട്ട് പറയാറുള്ളത്. ഇതില് ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഗണപതി സൂക്തം എന്ന് പറയുമെങ്കിലും ഗണാനാന്ത്വാ ഗണപതിയും ആ ഗണപതി എന്നുള്ള വാക്ക് വരുന്നുണ്ട്, പദം വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആ ഋക്കിലും നിഷുസീത് ഗണപതേ ഗണേഷു അവിടെയും വരുന്നുണ്ട്. പക്ഷേ നമ്മള് സർവാനുക്രമണികളിലേക്ക് നോക്കുമ്പോ ഇതിന്റെ ദേവത എന്താണെന്ന് കാണുമ്പോ ഗണപതി എന്നുള്ള വാക്ക് വരണമില്ല. ഗണാനാന്ത്വാ ഗണപതി എന്നുള്ളതില് ബ്രഹ്മണസ്പതി ബൃഹസ്പതി ഇത് രണ്ടും അങ്ങോട്ടും കൂടെ കുറേശ്ശെ മാറി മാറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മണസ്പതിയാവും, പിന്നെ ബൃഹസ്പതിയാവും. അങ്ങനെ
പിന്നെ രണ്ടാമത് പറഞ്ഞത് ആനസ്തുജം രയിംബര. അവിടെ ഇന്ദ്രനാണ് ദേവത ആ ഋക്കിന്റെ. പിന്നെ യ ഈം രാജാനാം ഋതുധാ വിദധൽ, അത് അശ്വിനി ദേവകളാണ്. പിന്നെ ആദൂന ഇന്ദ്രക്ഷുമന്തം, അപ്പൊ